നമസ്കാരം. ഇന്ന് 2025 മാർച്ച് 23 ഞായറാഴ്ച. എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. അഡ്ലൈഡ് നഗരത്തിന്റെ ഏറ്റവും ഉയരമുള്ള അമ്പരചുംബി കെട്ടിട നിർമ്മാണത്തിനുള്ള പ്രാഥമിക ഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കം. $600 ദശലക്ഷം ഫെസ്റ്റിവൽ പ്ലാസയിൽ വാണിജ്യ ടവറിനുള്ള പദ്ധതികൾക്കായി നീക്കിവച്ചിരിക്കുന്നത്. കെട്ടിട നിർമ്മാണം സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലേക്ക് പ്രതിവർഷം $1 ബില്യൺ നിക്ഷേപിക്കുവാൻ വഴിയൊരുക്കും. 38 നിലകളുള്ള സുസ്ഥിര കെട്ടിടം 160 മീറ്റർ ഉയരമുള്ളതായിരിക്കും. സർക്കാർ നിലവിൽ അനുവദിച്ചിരിക്കുന്ന ഊർജ്ജ ബിൽ റിബേറ്റ് നീട്ടുന്നതിനായി പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് ബജറ്റിൽ $1.8 ബില്യൺ നീക്കിവെക്കും. ഉയരുന്ന ജീവിത ചെലവിനെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായാണ് ഫെഡറൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രഖ്യാപനം. 10 ദശലക്ഷം വീടുകൾക്കും 1 ദശലക്ഷം ചെറുകിട ബിസിനസ്സുകൾക്കും ഈ വർഷം അവസാനം വരെ നീണ്ടുനിൽക്കുന്ന റിബേറ്റ് പ്രയോജനകരമാകും. കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ച ഒരു വർഷത്തെ $300 റിബേറ്റ് ജൂൺ 30-ന് അവസാനിക്കേണ്ടതായിരുന്നു. വിക്ടോറിയയിലെ ജെറ്റ്സ്റ്റാർ വിമാനത്തിൽ യാത്രക്കാർക്ക് നേരെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ കൗമാരക്കാരന് നേരെ ഹൈജാക്ക് കുറ്റം ചുമത്തി. 17 വയസ്സുകാരനെതിരെ ആദ്യം 12 കുറ്റങ്ങൾ ചുമത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഹൈജാക്ക് ഉൾപ്പെടെ കൂടുതൽ ഗുരുതരമായ ഫെഡറൽ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. ഈ മാസം ആദ്യം അവലോൺ വിമാനത്താവളത്തിൽ വെച്ച് ജെറ്റ്സ്റ്റാർ വിമാനത്താവളത്തിലേക്ക് തോക്കുമായി കയറാൻ ശ്രമിച്ച കൗമാരക്കാരന്റെ ആക്രമണത്തിൽ യാത്രക്കാർക്ക് പരിക്കേറ്റിരുന്നു. ആക്രമണ സമയത്തിൽ വിമാനത്തിൽ ഏകദേശം 160 യാത്രക്കാർ ഉണ്ടായിരുന്നു. പെർത്തിൽ 5-ാമനി കേസ് കണ്ടെത്തിയതിനെ തുടർന്ന് ആരോഗ്യ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. അടുത്തിടെ വിദേശത്തു നിന്ന് മടങ്ങിയെത്തിയ യാത്രക്കാരനെ 5-ാമനി സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് പ്രദേശത്ത് ആരോഗ്യ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. മാർച്ച് 12-നും 17-നും ഇടയിൽ രോഗബാധിതൻ പെർത്തിന് ചുറ്റുമുള്ള നിരവധി സ്ഥലങ്ങൾ സന്ദർശിച്ചതായി അധികൃതർ പറഞ്ഞു. 5-ാമനി സാധാരണയായി വൈറസുമായി സമ്പർക്കം പുലർത്തി ഏകദേശം 10 ദിവസത്തിന് ശേഷം ആണ് വികസിപ്പിക്കുന്നത്. പക്ഷേ എക്സ്പോഷറിന് ശേഷം 18 ദിവസത്തിനുള്ളിൽ രോഗം പിടിപെടുവാനുള്ള സാധ്യതയും നിലവിലുണ്ട്. സബർബൻ റെയിൽ ലൂപ്പ് റിപ്പോർട്ടിൽ ഫെഡറൽ ഗവൺമെന്റ് വിക്ടോറിയൻ ഗവൺമെന്റിന് നോട്ടീസ് നൽകി. പദ്ധതിയെക്കുറിച്ച് ഇൻഫ്രാസ്ട്രക്ചർ ഓസ്ട്രേലിയ പുറത്തിറക്കിയ റിപ്പോർട്ട് ഗൗരവകരമായ ആശങ്കകളാണ് ഉയർത്തുന്നത്. SRL ഈസ്റ്റ് സെക്ഷന്റെ ചെലവ് $34.5 ബില്യൺ എന്ന പ്രാരംഭ കണക്കിനേക്കാൾ കൂടുതലാകാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. അതിനാൽ പുതുക്കിയ ചെലവ് കണക്കുകളും പ്രയോജന വിശകലനവും നടത്തുന്നതുവരെ ഫെഡറൽ ഫണ്ടിംഗ് നിർത്തിവെക്കുവാനും പദ്ധതി പ്രായോഗികമല്ലെങ്കിൽ എക്സിറ്റ് സ്ട്രാറ്റജി തയ്യാറാക്കുവാനും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഫെഡറൽ സർക്കാർ വിക്ടോറിയൻ സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയത്. വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ ആദ്യത്തെ ഓഫ് ഷോർ കാറ്റാടിപ്പാടം വികസിപ്പിക്കാനുള്ള പദ്ധതിയിൽ നിന്ന് 3 ഡെവലപ്പർമാർ കൂടി പിന്മാറുന്നതായി സ്ഥിരീകരിച്ചു. സംസ്ഥാനത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി ഏകദേശം 4000 ചതുരശ്ര കിലോമീറ്റർ ഫാമിന് ഫെഡറൽ എനർജി മന്ത്രി ക്രിസ് ബോവൻ കഴിഞ്ഞ വർഷം അംഗീകാരം നൽകിയിരുന്നു. പ്രൊജക്ടിനെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ കൂടുതൽ ഗവേഷണങ്ങളും കൂടിയാലോചനകളും നടത്തി സർക്കാർ പുതിയ കമ്പനികളെ പദ്ധതിയിലേക്ക് ക്ഷണിക്കുമെന്നും നിലവിലുള്ള അപേക്ഷകൾ മെറിറ്റ് അനുസരിച്ച് വിലയിരുത്തുമെന്നും മന്ത്രി ക്രിസ് ബോവൻ പറഞ്ഞു. ബാലിയിൽ നിന്ന് ന്യൂസപെനിഡ ദ്വീപിലേക്ക് വിനോദസഞ്ചാരികളുമായി പോവുകയായിരുന്ന ബോട്ട് മറിഞ്ഞൊരു ഓസ്ട്രേലിയൻ യുവതി മരിച്ചു. 2 പേർക്ക് പരിക്കേറ്റു. 39-കാരിയായ സ്ത്രീയാണ് മരണപ്പെട്ടത്. 11 ഓസ്ട്രേലിയൻ വിനോദസഞ്ചാരികളടക്കം 13 പേരുമായി പോയ സ്നോർക്കലിംഗ് ബോട്ടാണ് ബാലി തീരത്തിനടുത്ത് മറിഞ്ഞത്. ഉയർന്ന തിരമാലകൾ ബോട്ടിലിടിച്ചാണ് ബോട്ട് മുങ്ങുവാൻ കാരണമായതെന്നാണ് പ്രാദേശിക പോലീസ് വക്താവ് അറിയിക്കുന്നത്.
ഓസ്ട്രേലിയ ന്യൂസിലൻഡ് വനിതാ ട്വന്റി പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ ബേ ഓവൽ സ്റ്റേഡിയത്തിൽ നടക്കും. 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയ 8 വിക്കറ്റിന് വിജയിച്ചിരുന്നു. ഇന്നത്തെ മത്സരത്തോടെ വിജയം കരസ്ഥമാക്കി പരമ്പര സ്വന്തമാക്കാനാകും ഓസ്ട്രേലിയ ശ്രമിക്കുക. പകരം വിജയിച്ച് പരമ്പര സജീവമാക്കാനാവും ന്യൂസിലാൻഡിന്റെ ശ്രമം. ഹയർ സെക്കൻഡറി പരീക്ഷാ ചോദ്യപേപ്പറുകളിലെ അക്ഷരതെറ്റ് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നിർദ്ദേശം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്കാണ് നിർദ്ദേശം നൽകിയത്. ഔദ്യോഗിക വസതിയിൽ കണക്കിൽപ്പെടാത്ത കെട്ടുകണക്കിന് പണം കണ്ടെത്തിയ സംഭവത്തിൽ ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ അന്വേഷണത്തിന് 3-അംഗ ജുഡീഷ്യൽ സമിതി രൂപീകരിച്ചു. 2 ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരും 1 ഹൈക്കോടതി ജഡ്ജിയും ഉൾപ്പെടുന്ന അന്വേഷണ സമിതിയാണ് രൂപീകരിച്ചത്. പന്ത്രണ്ട് വയസ്സുകാരനെ മദ്യം കുടിപ്പിച്ച യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വണ്ടിപ്പെരിയാർ മ്ലാമല സ്വദേശി പ്രിയങ്കയാണ് അറസ്റ്റിലായത്. കുട്ടിയെ കട്ടൻ ചായയാണെന്ന് പറഞ്ഞു പറ്റിച്ചായിരുന്നു യുവതി മദ്യം കുടിപ്പിച്ചത്. മയങ്ങി വീണ കുട്ടി ഏറെ നേരം കഴിഞ്ഞാണ് അവശനായി വീട്ടിലെത്തുന്നത്. കുട്ടിയുടെ അവസ്ഥ കണ്ട് മാതാപിതാക്കൾ കാര്യം തിരക്കിയപ്പോഴാണ് പ്രിയങ്ക മദ്യം നൽകിയതാണെന്ന് മനസ്സിലാക്കിയത്. IPL 18ാം സീസണിന്റെ ആദ്യ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് തോൽവി. 7 വിക്കറ്റിനാണ് റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു കൊൽക്കത്തയെ തോൽപ്പിച്ചത്. ആദ്യം ബാറ്റിംഗ് ചെയ്ത കൊൽക്കത്ത ഉയർത്തിയ 175 റൺസ് വിജയ ലക്ഷ്യം 16.2 ഓവറിൽ ബാംഗ്ലൂർ മറികടന്നു. RCBക്കായി വിരാട് കോഹ്ലിയും ഫിൽ സാൾട്ടും അർദ്ധ സെഞ്ചുറി നേടി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ